ഇന്ന് ഞായറാഴ്ച ആയിക്കൊണ്ട് രാവിലെ തന്നെ അമ്പലത്തിൽ വരെ പോവാണേ. പൊന്നൂസിനും അച്ഛയ്ക്കും അവധി ഉള്ളപ്പോഴല്ലേ രാവിലെ അമ്പലത്തിൽ പോക്ക് നടക്കുള്ളൂ. അതുകൊണ്ട് ഞായറാഴ്ച ആയിക്കൊണ്ട് ഞാൻ തലേദിവസമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ നമുക്ക് അമ്പലത്തിൽ പോകണമെന്ന്. അങ്ങനെ നേരത്തെ ഒരുങ്ങി റെഡിയായി അമ്പലത്തിൽ വരെ പോകാം കേട്ടോ. പിന്നെ എനിക്കും ഇപ്പം 5 മാസം വരെ അമ്പലത്തിൽ പോകത്തുള്ളൂ എന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ചിലയിടത്തോട്ടൊക്കെ 7 മാസം വരെ പോകാം. നമുക്കിവിടെ 5 മാസം ഉള്ളെന്ന് തോന്നുന്നു. പൊന്നൂസിനായിരുന്നപ്പോൾ എത്ര മാസം പോയി എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ലേ. എനിക്കും 18-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്ക് 5 മാസം കംപ്ലീറ്റ് ആവും. അതുകൊണ്ട് അതിന് മുമ്പ് എനിക്ക് അമ്പലത്തിലൊക്കെ പോകണമല്ലോ. പിന്നെ പോകാൻ പറ്റുന്നത് കുഞ്ഞുവാവയൊക്കെ വന്നു കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ടല്ലേ അമ്പലത്തിൽ പോക്ക് നടക്കുകയുള്ളൂ. അങ്ങനെ വേണ്ട ഞങ്ങൾ നേരെ പോകുന്നത് ഇടുക്കിക്കാവിലെ അമ്പലത്തിലോട്ടാണ്. ഈ വീഡിയോ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള കേട്ടോ. പൊന്നപ്പം വേണ്ട ചോക്ലേറ്റ് തിന്നുന്നുണ്ട് കേട്ടോ. അമ്പലത്തിലോട്ട് പോയപ്പോൾ അമ്മച്ചിയുടെ ഓഫീസിലെ സാറിനെ കണ്ടായിരുന്നേ. അപ്പോൾ സാറ് വാങ്ങിക്കൊടുത്താണ് പൊന്നൂസിന് ചോക്ലേറ്റ്. അത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ പാടെ അത് മുഴുവൻ കഴിച്ചു തീർക്കുകയാണേ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്കാണെങ്കിൽ കഴിച്ചിട്ട് പോയേക്കാമെന്ന്. അങ്ങനെ നമ്മൾ വേണ്ടി വെള്ളയാംകുടി റോഡിലുള്ള മാസ് ഹോട്ടലിലാട്ടോ വന്നത്. ഇത് മൊത്തം പുതുക്കി പണിതാട്ടോ. ഇപ്പം നല്ല ഫുഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ വന്ന് കഴിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വന്ന് മെനു ഒന്നും നോക്കേണ്ടി വന്നില്ല കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇടിയപ്പമാണ് കേട്ടോ. അതിപ്പോൾ പ്രഗ്നൻസി ക്രാവിങ്സിനകത്തുള്ളതൊന്നുമല്ല, പക്ഷേ അതിന് മുമ്പേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടിയപ്പം. അപ്പോൾ പൊന്നൂസിനോട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പം പൊന്നൂസിന് ഇന്ന് ഇടിയപ്പം മതി എന്ന് പറഞ്ഞു കേട്ടോ. പൊന്നൂസിന് ഇടിയപ്പം ഇഷ്ടമാണ്, പിന്നെ ചിലപ്പോഴൊക്കെ പൊറോട്ട കഴിക്കാറുണ്ട്. അപ്പം ഇന്ന് ഇടിയപ്പം മതി എന്ന് പറഞ്ഞു. ഇടിയപ്പവും ചിക്കൻ കറിയുവേ, അത് നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ചേട്ടനെ പിന്നെ ചോദിക്കണ്ടല്ലോ, ചേട്ടന് പൊറോട്ട വിട്ടൊരു കളിയില്ലേ. അപ്പോൾ ചേട്ടൻ പൊറോട്ടയും മുട്ടക്കറിയാന്ന് തോന്നുന്നു ചേട്ടൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഓർഡർ കൊടുത്തിട്ട് ദേണ്ട ചേട്ടൻ്റെ ഇവിടെ ഫോട്ടോ സെക്ഷനാണ്. എനിക്ക് 2-3 ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ എന്തോ ഭാഗ്യം കൊണ്ട് ആ ഫോട്ടോ ശരിയായിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞു സൂപ്പർ അടിയെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ദേണ്ട നമ്മൾ ഓർഡർ കൊടുത്ത സാധനം വന്നു. പൊന്നപ്പന് ചിക്കൻ്റെ ചാറ് മാത്രം മതി എന്ന് പറഞ്ഞു കേട്ടോ. ചിക്കൻ കഴിക്കുന്നതാണ്, പക്ഷേ എന്നാന്നറിയത്തില്ല, ഇന്ന് പറഞ്ഞു ചിക്കൻ്റെ ചാറ് മാത്രം മതിയെന്ന്. നല്ല ഇടിയപ്പം സൂപ്പർ ചിക്കൻ കറിയാണ് കേട്ടോ. തേങ്ങ അരച്ചതാണോ തേങ്ങാപ്പാലാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നല്ല അടിപൊളി ചിക്കൻ കറിയായിരുന്നു കേട്ടോ. എനിക്ക് നേരത്തെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇടിയപ്പം എന്ന് പറയുന്നത്. അതുകൊണ്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ എന്ത് കറി കിട്ടിയാലും ഞാൻ കഴിക്കുവേ. പിന്നെ ചേട്ടൻ വേണ്ട പൊറോട്ടയും മുട്ടക്കറിയും ഒക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ കഴിച്ചു തീർത്തിട്ട് ഇനി വേറെ പരിപാടിയൊന്നുമില്ല, ഞങ്ങളെ കൊണ്ട് വീട്ടിലാക്കുക. ചേട്ടൻ എന്നിട്ട് നേരെ പോകണം സംഘത്തിലോട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.